നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക്, യാന്ത്രിക് എന്നീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 630 വേക്കൻസികളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും 12ാം ക്ലാസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2025 ജൂൺ 11 മുതൽ ജൂൺ 25 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിനോട് യോഗ്യത പറയാം, 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും 12ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എലിജിബിലിറ്റി കണ്ടീഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രണ്ടിനും നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച്, നാവിക് ജനറൽ ഡ്യൂട്ടി, അതുപോലെ യാന്ത്രിക് എന്നീ 3 കാറ്റഗറി ആയിട്ടാണുള്ളത്. നാവിക് ജനറൽ ഡ്യൂട്ടിക്ക് വേണ്ടത് 12ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും കണക്കും ഫിസിക്സും പഠിച്ചവരായിരിക്കണം. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. യാന്ത്രിക് പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ ഇത് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇതേ ഡിപ്ലോമ തന്നെ 2 വർഷം ലാറ്ററൻറ്റി കഴിഞ്ഞവർക്കും 3 വർഷമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലെ എല്ലാ സബ്ജക്റ്റിന്റെയും മാർക്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പ്രായം പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 22 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. നാവിക് ജനറൽ ഡ്യൂട്ടി 2 ബാച്ചിലേക്കും 1/2026 2/2026 ബാച്ചിലേക്കും ഒരു 1 ഓഗസ്റ്റ് 2004 1 ഓഗസ്റ്റ് 2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ യാന്ത്രിക് പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ 1/2026 ബാച്ചില് 1 മാർച്ച് 2004 1 മാർച്ച് 2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതുപോലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് 2/2026 ബ്രാഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ 1 ഓഗസ്റ്റ് 2004 1 ഓഗസ്റ്റ് 2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ ഡീറ്റെയിൽഡ് വേക്കൻസികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാവിക് 1/2026 ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി 260 വേക്കൻസി, യാന്ത്രിക് മെക്കാനിക് 30 വേക്കൻസി, യാന്ത്രിക് ഇലക്ട്രിക്കൽ 11, യാന്ത്രിക് ഇലക്ട്രോണിക്സ് 19. അങ്ങനെയാണ് വേക്കൻസികളുടെ എണ്ണം. അത് ആകെ 320 വേക്കൻസികളാണുള്ളത്. അതുപോലെ 2/2026 ബാച്ചിലേക്ക് CGPT കോസ്റ്റ് ഗാർഡ് റിക്രൂട്ട്മെന്റ് 2/2026 ബാച്ചിലേക്ക് നാവിക് ജനറൽ ഡ്യൂട്ടി 260 വേക്കൻസി, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് 50 വേക്കൻസികളുമാണ് ഉള്ളത് എന്ന കാര്യം. അങ്ങനെയാണ് ആകെ 630 വേക്കൻസികൾ ഉള്ളത്. അതിൽ കേരളത്തിലും വേക്കൻസികൾ ഉണ്ട് എന്നാലും മനസ്സിലാക്കുക. സൗത്ത് റീജിയനിലെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, അതുപോലെ കർണാടക, കേരള, ലക്ഷദ്വീപ് എന്നീ അടങ്ങിയ മേഖലയിലും വേക്കൻസികൾ, അതായത് കേരളത്തിലും വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സെലക്ഷൻ പ്രോസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, 3, 4 അങ്ങനെ 4 സെക്ഷനായിട്ടാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്. നാവിക് ജനറൽ ഡ്യൂട്ടി അത് 1/2000 2 ബാച്ചുണ്ട്. 2 ബാച്ചിൽ ഏതെങ്കിലും മെറിറ്റ് അനുസരിച്ചായിരിക്കും. അതുപോലെ വേക്കൻസികളുടെ എണ്ണം അനുസരിച്ചായിരിക്കും സെലക്ഷൻ്റെ കാര്യം കൂടി മനസ്സിലാക്കുക. സ്റ്റേജ് 1 ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. അതിനുശേഷം ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ബാക്കി അടുത്ത ലെവലിലേക്ക് പോവുക. ബയോമെട്രിക് റെക്കോർഡിങ്ങും അവിടെ നടക്കും. കിട്ടിയ മാർക്ക് നോർമലൈസേഷൻ പ്രൊസീജിയറും ഉണ്ടാവും. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും സ്റ്റേജ് 2 കടക്കുക. അവർക്കൊരു പ്രൊഫഷണൽ അഡ്മിറ്റ് കാർഡും ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അവിടെ ബേസിക് ഐഡന്റിറ്റിക്കും ബയോമെട്രിക് വെരിഫിക്കേഷൻ വീണ്ടും ചെയ്യും. അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് 1.6 കിലോമീറ്റർ ഓട്ടം 7 മിനിറ്റ് ഫിനിഷ് ചെയ്യണം, 20 സ്ക്വാറ്റ്, അതുപോലെ 10 പുഷപ്പും എടുത്ത് കാണിക്കണം. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതിനുശേഷം ഉണ്ടാവും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. അതിനുശേഷമാണ് അടുത്ത ലെവലിലേക്ക് പോവുക, സ്റ്റേജ് 3ലേക്ക്. അത് അവിടെ മെറിറ്റ് ലിസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അവിടെയായിരിക്കും തയ്യാറാക്കപ്പെടുക. സ്റ്റേജ് 3 സ്റ്റേജ് 1ഉം 2ഉം ക്വാളിഫൈ ചെയ്തവർക്കാണ് സ്റ്റേജ് 2 ഉള്ളത്. അവിടെയും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഐഡന്റിറ്റി റിമാർക്സും അതുപോലെ മെഡിക്കൽ INS ചെൽക്കാനുള്ള മെഡിക്കൽ ചെക്കപ്പും ഒക്കെ ഉണ്ടാവും. പോലീസ് വെരിഫിക്കേഷൻ ഒക്കെ അതൊക്കെ ഈ സ്റ്റേജിലാണ് ചെയ്യേണ്ടത്. സ്റ്റേജ് 4 ആണ് ഫൈനൽ ട്രെയിനിങ് പീരീഡ് ആണ്. അത് INS ചെൽക്കയിലായിരിക്കും ട്രെയിനിങ് ലഭിക്കുക എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പം എങ്ങനെ അപേക്ഷിക്കാമെന്ന് പറ്റി നോക്കാം. ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കണം. 2025 ജൂൺ 11 മുതൽ ജൂൺ 25 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. https:/join indiancoastguard.cdac.in/cgpt/ എന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൂടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും മൊബൈൽ നമ്പറും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അതായിരിക്കണം ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ടത്.
അതിനുശേഷം ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റും സ്കാൻഡ് കോപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓരോ സ്റ്റേജിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സ്റ്റേജിലേക്ക് ചെയ്യുക. എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സ് ഒഴികെ എല്ലാവർക്കും 300 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അത് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എക്സാമിനേഷന്റെ കാര്യങ്ങളൊക്കെ സിറ്റിയൊക്കെ പിന്നീട് സ്റ്റേജ് പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.